മരണം നടന്നാൽ മൂന്നാമത്തെ ദിവസം ആ വീട്ടിലേക്ക് പള്ളിയിലെ ഉസ്താദും ദർസിൽ പഠിക്കുന്ന കുട്ടികളും നാട്ടിലെ പ്രമുഖന്മാരെയും അയൽവാസികളെയും വിളിച്ചു വരുത്തി അവിടെ ഒരു കണ്ണൂക്ക് എന്ന ഏർപ്പാട് നടത്തുന്നുണ്ട്. 7-ന്റെ അന്ന് വേറെ നടക്കുന്നു, 21-ന്റെ അന്ന് വേറെ നടക്കുന്നു, 40-ന്റെ അന്ന് വേറെ നടക്കുന്നു, ആണ്ട് നടക്കുന്നു. ഇങ്ങനെ മരണ വീട്ടിലേക്ക് ആളെ ക്ഷണിച്ചു വരുത്തി ഈ മരണവുമായി ബന്ധപ്പെട്ടൊരു ഭക്ഷണമുണ്ടാക്കി ജനങ്ങൾ അതിനുവേണ്ടി ഒരുമിച്ചു കൂട്ടി അത് വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. ബുഖാരിയിലോ മുസ്ലിമിലോ തുർമുദിയിലോ നസായിലോ ഇബ്നു മാജയിലോ ഏതെങ്കിലും പ്രമുഖന്മാരായ ഹദീസിന്റെ ഈ സമൂഹത്തിന് കേൾപ്പിക്കാൻ വേണ്ടി പണിയെടുത്ത പണ്ഡിതന്മാരുടെ റഹ്മത്തുള്ളാഹി അലൈഹിം അവരുടെ ആരുടെയും ഗ്രന്ഥങ്ങളിൽ നമുക്കിത് കാണാൻ സാധ്യമല്ല. ഫലം യുൻകൽ ഫീഹി ശൈഉൻ ഫഹുവ ബിദ്അ, അത് ബിദ്അത്താണ്. മരിച്ച ആളുകൾക്ക് വേണ്ടി ഭക്ഷണം വിതരണം ചെയ്യുന്ന പതിവ്, ഇത് പറ്റുമോ? ഈ അരി വാങ്ങാൻ പറ്റുമോ? ഇത് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാവുന്ന ഒരു കാര്യം, മരിച്ചുപോയ ആൾക്ക് വേണ്ടി നൽകപ്പെടുന്ന സ്വതക്കകൾ, ആ സ്വതക്ക ഉപകാരപ്പെടും. നേരത്തെ പറഞ്ഞ സയ്യിദ് വിഷയവും അതേപോലെ ഒട്ടനവധി ഹദീസുകളും കാണാം സമാനമായിട്ട്. എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി എന്ന് പറയുന്ന സ്വഹാബി നബിയോടൊന്ന് ചോദിക്കുന്നുണ്ട്, എന്റെ ഉമ്മി ഉഫ്തിരിച്ചത്, എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ ഉമ്മാക്ക് സംസാരിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ സ്വതക്ക ചെയ്യാൻ എന്നോട് കൽപ്പിക്കുമായിരുന്നു. പക്ഷെ അത് അവസരം കിട്ടാതെ ഉമ്മ മരിച്ചുപോയി. ഞാൻ സ്വതക്ക ചെയ്താൽ ഉമ്മാക്ക് അതിന് കൂലി കിട്ടുമോ? നബി തങ്ങളെ പറഞ്ഞ കൂലി കിട്ടും. ഇങ്ങനെ പറഞ്ഞ ചില വിഷയങ്ങൾ, ചില ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്. അധികവും വന്ന് ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് എന്ന് മാത്രം. ഇങ്ങോട്ട് വന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞതാണ് ഇത്തരം ഹദീസ് അധികവും ഉള്ളത്. അപ്പൊ സ്വതക്ക എന്നത് മരിച്ചവരാൾക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്താൽ അത് ഉപകാരപ്പെടും. സമ്പത്തുമായി ബന്ധപ്പെട്ട അത്തരം ആരാധനാകർമ്മം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഹാബികൾ മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ, അതൊക്കെ മനസ്സിലെ പൂതിയ, അതൊക്കെ അവിടെ മനസ്സിൽ വെച്ചാൽ മതി. ഇവിടെ ശിഹാബ് അടക്കര കണ്ണോക്കും ചാവടിയന്തരൊക്കെ നടത്തുന്നതിന് തെളിവില്ല, രേഖയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് തിരുത്തിക്കാൻ എന്ത് ഫൈസൽ മുസ്ലിയാർ തിരുത്തിയിട്ടുണ്ട്, എന്ത് മരിച്ചവർക്ക് വേണ്ടി സദഖ ചെയ്താൽ അതിന്റെ കൂലി കിട്ടും എന്ന് പറഞ്ഞിക്കണ്. അപ്പൊ എന്താ ഈ ഫൈസൽ മുസ്ലിയാർ ശിഹാബ് അടക്കരക്ക് മറുപടി പറഞ്ഞല്ലോ. എന്താണെന്നറിയോ? എന്താ ഇനി നമ്മൾ പറയാ? ശിഹാബ് അടക്കര പറഞ്ഞ എന്താ, മരിച്ചവർക്ക് വേണ്ടി സദഖ ചെയ്താൽ അവർക്ക് അതിന്റെ കൂലി കിട്ടൂല എന്നാണ് ശിഹാബ് അടക്കര പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ് കണ്ണോക്ക് നടത്തിയാൽ ബിദ്അത്താണ്, അതുപോലുള്ള പരിപാടി നടത്തുന്ന ബിദ്അത്താണെന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? അത് അല്ലെങ്കിലൊന്ന് ആലോചിച്ച് നോക്കി. പേറ്റ തള്ള, 10 മാസം ഗർഭത്തിൽ കൊണ്ടുവരുന്ന തള്ള മരിച്ചിട്ട് 3-ാമത്തെ ദിവസം അതിന്റെ കണ്ണ് കൊഴിഞ്ഞാറിന്റെ ദിവസമാണ്. അന്ന് പായസം മോന്താൻ പോണ ഈ മോനെ എന്താ കാട്ട് സുഹൃത്തുക്കളെ. ഒരു പേള് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. മുജാഹിദീങ്ങൾ തിരുത്തി. ശിഹാബ് അടക്കര പറഞ്ഞത് ഈ അടിയന്തരവും ഈ 40-ഉം ഈ 14-ഉം ഈ കണ്ണോക്കും ഈ ജാതി പരിപാടികൾ ഇസ്ലാമിൽ ഇല്ലാന്ന്, രേഖയിൽ കാണാൻ കഴിയില്ല, ബിദ്അത്താണ്. മനസ്സിലായില്ലേ? അത് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ മരിച്ചവർക്ക് വേണ്ടി സദഖ ചെയ്താൽ അതിന്റെ കൂലി കിട്ടും. അതന്നെ ശിഹാബ് അടക്കരയും പറയുന്നത്. അതിൽ യാതൊരു തർക്കമില്ല. മരിച്ചവർക്ക് വേണ്ടി സദഖ ചെയ്താൽ അതിന്റെ കൂലി കിട്ടും, അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ അതിന്റെ കൂലി കിട്ടും. അതേ സ്ഥാനത്ത് കണ്ണോക്ക് ചാവടിയന്തരം എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അത് ഇസ്ലാമിൽ ഇല്ല, അതാണാ പറഞ്ഞത്. എന്നിട്ട് പറയാം വഹാബിയാളെ തിരുത്തിക്കണ്. അതൊക്കെ പൂതി മനസ്സിലിരുന്നാൽ മതി. സമസ്തക്കാർ കുറച്ച് തിരുത്തിയില്ലേ. ഖുർആൻ പരിഭാഷ ഹറാമാണെന്നല്ലേ പറഞ്ഞത് അല്ലെ? ഖുർആൻ പരിഭാഷ ഇറക്കിയ വിഷയത്തിൽ KV കൂറ്റനാട് കാഫിർ മുർത്തദ്ദാണെന്ന് ഫത്വ പറഞ്ഞ് വിളിക്കണ മനുഷ്യന്മാരപ്പൊ മുജാഹിദീങ്ങളെ നേരത്തെ തിരിയുന്നത്. നിങ്ങൾക്ക് അറിയില്ലേ? പേരോടിനെ എയർപോർട്ടിൽ കൊണ്ടാക്കിയ കഥ സംവാദത്തില് അല്ലേ? EK അബൂബക്കർ മുസ്ലിയാർ KVനെ പറ്റി പറഞ്ഞതാ, ഖുർആൻ പരിഭാഷ ഇറക്കിയ വിഷയത്തിൽ അദ്ദേഹം കാഫിർ മുർത്തദ്ദും ആയിട്ടുണ്ട്. ഇന്ന് സമസ്തന്റെ മൂല്യമാരെ എത്ര ഖുർആൻ പരിഭാഷ അവരുടെ കയ്യിലുള്ളത്? പെണ്ണിന് എഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മനുഷ്യന്മാരല്ലേ ഇവര്, ഈ സമസ്തന്റെ ആൾക്കാർ. ഞാനൊക്കെ മദ്രസ പഠിക്കുന്ന കാലത്തും പഠിപ്പിക്കുന്ന കാലത്തും സമസ്തന്റെ മദ്രസയിൽ പെൺകുട്ടികൾക്ക് ചോദ്യ പരീക്ഷയെ പെണ്ണ് എഴുത്ത് പഠിക്കൽ തെറ്റാണ്, ശരീരത്തിൽ പാടില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞ നടന്ന മനുഷ്യന്മാരവര്. തിരുത്തി. അങ്ങനെ എത്ര തിരുത്തി. സമസ്തക്കാരൻ മുജാഹിദിന്റെ ബാക്കിൽ വരുന്ന എങ്ങനെയാ? പണ്ടത്തെ പുതിയണ്ണും പുതിയാപ്പള്ളിയും പോണ മാരിയാ. പണ്ടത്തെ പുതിയണ്ണും പുതിയാപ്പള്ളിയുടെ ബാക്കിൽ കണ്ടില്ല എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ പോകും. ഇന്ന മാരിയാ മുജാഹിദിന്റെ ബാക്കിൽ സമസ്ത വരുന്നത്. ഖുർആൻ പരിഭാഷ ഹറാമാണെന്നുള്ളതിനെതിരെ മുജാഹിദുകൾ 18 അടവും പയറ്റി വേളറേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് അവന്ന് അടങ്ങി ഒതുങ്ങി രക്ഷയില്ല എന്നുണ്ടപ്പോ മുജാഹിദിന്റെ ബാക്കിന് വന്നു. പെണ്ണ് കയ്യെഴുത്ത് പഠിക്കാൻ ശരീരത്തിൽ പ്രത്യേകം പാടില്ലാത്തതാണെന്ന് പറഞ്ഞു. ദിവസങ്ങളോളം മൈക്കെട്ടി മുജാഹിദീങ്ങൾ വേദ പറഞ്ഞു. അവസാനം രക്ഷയില്ല എന്നുണ്ടപ്പോൾ മുജാഹിദുകളെ കൂട്ടി തന്നെ വന്നു. അങ്ങനെ എത്ര കാര്യങ്ങൾ. എന്നിട്ട് പറയാ മുജാഹിദുകളെ കൊണ്ട് സമസ്തന്റെ മൂല്യമാര് തിരിച്ചു. മൂല്യമാര് നല്ലോണം തിരിഞ്ഞിട്ടുണ്ട്. മൂല്യമാരുടെ അവസ്ഥ എന്താന്ന് വെച്ചാല് CH മുഹമ്മദ് പട്ടിക്കാട് ജാമ്യാനൂരിയിൽ
തലയിക്കെട്ടും കറുത്ത കോട്ടുവിട്ട് നൂറുകണക്കിന് പണ്ഡിതന്മാരിങ്ങനെ നിരന്നിരിക്കുന്ന സദസ്സിൽ ചുറ്റും ആയിരക്കണക്കായ പണ്ഡിതന്മാരും സാധാരണക്കാരും നിറഞ്ഞ ആയിരങ്ങളുടെ സദസ്സിൽ CH മുഹമ്മദ് കോയ ഒരു പ്രസംഗം നടത്തി. എന്താരോ, കേരളത്തിലെ പണ്ഡിതന്മാർ ഗന്ധം ചുവക്കുന്ന കഴുതകളാവരുത്, ഈ മൂല്യന്മാരെ മോത്തുവക്കി CH മുഹമ്മദ് കോയ പ്രസംഗിച്ചാണത്, മനസ്സിലായില്ലേ? എന്നിട്ട് കാന്തപുരം അതിനെ കളിയാക്കി പ്രസംഗിച്ചു. അതിൽ പിറ്റത്തെ കൊല്ലം KB കൂറ്റനാട് CH മുഹമ്മദ് കോയനെ ജാമ്യത്തിലിറക്കി CH മുഹമ്മദ് കോയക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ മൂല്യന്മാർക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ചു KB കൂറ്റനാട്, മനസ്സിലായില്ലേ? അപ്പൊ ഈ സമസ്തന്റെ വന്ന വഴിയൊന്നും മറക്കണ്ടെന്നാണ് ഇതൊക്കെ ഇടുന്ന മനുഷ്യന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.